ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചത് തിരുവനന്തപുരത്ത് കെട്ടിടം വാങ്ങാനാണെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ വാദം പൊളിയുന്നു. കെട്ടിടം വാങ്ങാൻ അംഗങ്ങളിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം നേരത്തെ തന്നെ പിരിച്ചിട്ടുണ്ട്. പിന്നീടാണ് ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാവശ്യപ്പെട്ട് സംഘടനാ നേതാവ് അനിമോൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്ന ഉടൻ തന്നെ ഈ അധികൃതർ പറഞ്ഞിരുന്ന ഒരു പ്രതികരണം, ഈ ബാർ ഉടമകളുടെ അസോസിയേഷൻ പറഞ്ഞ ഒരു പ്രതികരണം, അത് ഈ കെട്ടിടം വാങ്ങാൻ വേണ്ടിയാണ് എന്നതാണ്. അത് നുണയാണ് എന്ന് തെളിയുകയാണോ? ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അനിമോന്റെ ശബ്ദ സന്ദേശം വന്ന പ്രതിരോധത്തിലായതിനു പിന്നാലെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ ആദ്യ വിശദീകരണം തന്നെ ഇക്കാര്യത്തിൽ ഈ 2.5 ലക്ഷം രൂപ ഏതെങ്കിലും തരത്തിൽ മദ്യനയവുമായി ബന്ധപ്പെട്ടത് അനുകൂലമാക്കാനുള്ള ഫണ്ട് ആ രീതിയിലല്ല, മറിച്ച് തിരുവനന്തപുരത്ത് പുതുതായി വാങ്ങാൻ പോകുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ട് സ്ഥലവും അതേപോലെ തന്നെ വീടും ഓഫീസ് അടക്കമുള്ള കെട്ടിടം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനായി അന്ന് ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വി സുനിൽകുമാർ പറഞ്ഞത് 5.60 കോടി രൂപ ഉടമയ്ക്ക്, കെട്ടിട ഉടമയ്ക്ക് നൽകണം. ഇതിനായിട്ടുള്ള പിരിവിൽ 4 ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ 801 ബാറുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 650 ബാറുകൾ ആക്റ്റീവായിട്ടുണ്ട്. ബാക്കിയുള്ള ബാറുകൾ കോർപ്പറേറ്റുകൾ നടത്തുകയാണ്. അവരിൽ നിന്നും പണപ്പിരിവ് അത്ര എളുപ്പമാകില്ല. അതുകൊണ്ട് 650 ബാറുകളിൽ നിന്നും 1 ലക്ഷം രൂപ വെച്ച് പിരിക്കാൻ നേരത്തെ തന്നെ, അതായത് മാസങ്ങൾക്ക് മുൻപ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുവഴി ഏതാണ്ട് 4.63 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും അല്ലാതെയും ഒക്കെ ഈ പണം എത്തിയെന്ന ബാർ ഉടമകൾ തന്നെ ചിലർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രോപ്പർട്ടിയിൽ രജിസ്ട്രേഷനും നടന്നു. മറ്റൊന്ന്, അനിമോന്റെ ശബ്ദരേഖയിൽ പറയുന്നത് 2.5 ലക്ഷം രൂപ വേണമെന്നാണ്. പോസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ പോസ്റ്ററിൽ പറയുന്നത് ബിൽഡിംഗ് ഫണ്ടിലേക്ക് 1 ലക്ഷം രൂപ സംഭാവന നൽകുക എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ 2.5 ലക്ഷം രൂപയായി മാറിയത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ എക്സൈസിന്റെ ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പേര് വെക്കാത്ത 13 പരാതികൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എക്സൈസ് ആസ്ഥാനത്ത് ലഭിച്ചിരുന്നു. അത് ഈ പിരിവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ എക്സൈസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.